നിയമസഭയിലൊക്കെ ഒന്നും ഇതൊക്കെ പറയാനൊക്കെ ഒന്നുമില്ലേ? അവര് ഞങ്ങളുടെ നേരെ കണ്ണടക്കുന്ന കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ. എന്ത് വന്നാലും ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഞങ്ങളെ കൊന്നാലും ഇവിടെ കിടന്ന് മരിക്കുള്ളൂ ഞങ്ങള്. Waipin, located in Ernakulam district, Kerala, is one of the densely populated islands in the world. It is believed to have been formed after the Great Flood in Periyar in the 14th century. The island is 26 km long and has an average width of 2.5 km. Waipin was formed in 1331. Geographically, Waipin is surrounded by south, Cochin backwaters, north, Munambam Adi, east, Cochin Kyle, and west, the Arabian Sea. The beautiful Cherai Beach, a popular tourist destination, is located here. Traditionally, the people of Waipin rely on fishing and related industries, with numerous Chinese fishing nets along the coast and estuaries. The fertile soil, rich in black clay, supports paddy cultivation. Major industrial establishments like LNG, SPNG and IOZ operate in the west coast area of Waipin. Historically significant, Waipin witnessed the construction of the ancient Pallipuram fort, the first European fort built in India. Waipin played a significant role in Kerala's Renaissance, with notable social movements and struggles. Sahodaran Ayyappan, a renowned social reformer and native of Waipin, organized the historic Panthi Bhojan at Cherai. Munambam Ari, at the northern tip of Waipin, was historically known as Musris or Muchiri, an ancient port of Kodungallur. After the 1300 flood, the port's depth decreased and Kodungallur port gradually disappeared. Traveling 4 to 5 kilometers north from Cherai Beach leads to the beautiful Munambam Beach. Entering the Pulimut area of Munambam Beach reveals the sea's unique and captivating beauty. From Munambam Beach to Cherai Beach, approximately 400 acres of land are home to people who have received ownership documents from the government. However, they have been facing eviction threats for 3 years. Around 600 families and 4,000 individuals are struggling to survive, living under the constant fear of displacement. ആയിരത്തി 848 തുടങ്ങി ഇവിടെ മത്സ്യബന്ധനം ഉപജീവനമാക്കി ജീവിക്കുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുണ്ട്. 1902 ആജി മൂസ സേട്ടുവിന് ആയില്യം തിരുനാൾ രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമിയാണ്, കൃഷി ചെയ്യാൻ വേണ്ടി കൊടുത്ത ഭൂമിയാണ്. ഈ ഭൂമി 1934 5 വർഷം നീണ്ടു നിന്ന തെക്കൻ കാലവർഷത്തിൽ ഈ ഭൂമി കടലെടുത്ത് പോയി. സേട്ടുവിൻ്റെ ഭൂമി കടലെടുത്ത് പോയി. ഒരിക്കൽ കടലെടുത്ത് പോയ ഭൂമിക്ക് പിന്നീട് ആ വ്യക്തിക്ക് അവകാശം ഇല്ല എന്നാണ് ഇന്ത്യൻ പീനൽ കോഡ് പറയുന്നത്. ഈ ഫറൂഖ് കോളേജിൻ്റെ അടുത്ത് ഞങ്ങൾ വില കൊടുത്ത് വാങ്ങുകയും ചെയ്ത ഭൂമിയാണിത്. ഒരാളും കൈയേറ്റക്കാരില്ല, എല്ലാവരും പൈസ കൊടുത്ത് പഠിച്ച ആൾക്കാരാണ്. സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഈ സത്യസന്ധമായ കാര്യങ്ങൾ ഒരിക്കലും ഒരാളും ഇത് വളച്ചൊടിക്കാൻ നിൽക്കരുത്. ഇത് വക്കഭൂമിയല്ല എന്ന് എല്ലാവർക്കും അറിയാം. കേരള സമൂഹത്തിൽ ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണെന്ന് അറിഞ്ഞിട്ട് പോലും ഒരു മനുഷ്യാവകാശ കമ്മീഷൻ വരെ നമ്മുടെ അടുത്ത് ഇതുവരെയും നമ്മൾ നേരിട്ട് വരികയോ നമ്മളോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. കുട്ടികളുടെ പഠനം വഴിമുടങ്ങിപ്പോകുന്ന ഒത്തിരി കുട്ടികൾ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ വിവാഹം മുടങ്ങിപ്പോകുന്ന കുട്ടികളുണ്ട്. പെൺകുട്ടികളെ വിവാഹത്തിനായി കിട്ടാത്ത ആൺകുട്ടികളുണ്ട്. കാരണം സ്വന്തമായിട്ടൊരു ഭൂമിയിലുള്ള ഭൂമി വഖഫിൻ്റെ ആണെന്ന് പറഞ്ഞിട്ട് കല്യാണം മുടങ്ങിപ്പോകുന്ന ഒരു ആൺകുട്ടികളുണ്ട്. അതുകൂടാതെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് കിട്ടിയിട്ട് അതുപോലും ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ കിട്ടാത്ത വിധവകളുണ്ട്. ഒത്തിരി പ്രശ്നങ്ങൾ, സാമൂഹ്യപരമായ ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു പോകുന്നുണ്ട്. 1954 ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് വഖഫ് ആക്ട് നിലവിൽ വരുന്നത്. അതിനുശേഷം 1995 നരസിംഹറാവു ഗവൺമെൻറ് കാലത്താണ് ആദ്യമായി വഖഫ് ആക്ട് അമെൻഡ് ചെയ്തത്. അതിനുശേഷം 2013 ആ അമെൻമെൻറ്റ് നടന്നു. 1995 2013 നടന്ന അമെൻമെൻറ്റുകളിൽ
ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു സാധാരണക്കാരൻ്റെ അവകാശങ്ങളെ കനിക്കുന്ന രീതിയിൽ, അവൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങളെ കനിക്കുന്ന രീതിയിൽ 1995-ലും 2013-ലും നടന്ന അമെൻമെൻറ്റ് വഴി അനിയന്ത്രിതമായി ഭരണഘടനയ്ക്ക് മുകളിൽ ആണ് വഖഫ് ആക്ടിന് ആനുകൂല്യങ്ങൾ നൽകിയത്, അല്ലെങ്കിൽ അധികാരങ്ങൾ നൽകിയത്. ഇവിടെ മുനമ്പത്ത് സംഭവിച്ചത് എന്താണ്? മുനമ്പത്ത് 1902-ൽ മൂസ സേട്ടിന് ഇത് തിരുവിതാംകൂർ രാജകുടുംബം ലീസിന് പാട്ടക്കരാറായി ഈ വസ്തു കൃഷി ചെയ്യാൻ വേണ്ടി നൽകുന്നു. 1948-ൽ ആ വസ്തു അവർ സ്വന്തം പേരിലേക്ക് കൂട്ടുന്നു. 50-ൽ ആ വസ്തു ഫാറൂഖ് കോളേജിന് നൽകുന്നു. 61 മുതൽ ഏറെക്കുറെ 75 വരെയുള്ള കാലഘട്ടങ്ങളിൽ നിയമ പോരാട്ടങ്ങൾ, ഈ അവിടെ കുടിയേറി താമസിച്ചുകൊണ്ടിരുന്ന ഈ സാധാരണക്കാരെ, പാവപ്പെട്ടവരെ ഒഴിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫാറൂഖ് കോളേജ് രംഗത്ത് വരികയും അത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു. അങ്ങനെ 61 മുതൽ 75 വരെ നിയമ പോരാട്ടങ്ങൾ നടന്നു. ആ നിയമ പോരാട്ടത്തിനൊടുവിൽ, കാരണം അവർ തീരെ പാവങ്ങളായിരുന്നു, കോടതി കേസ് നടത്താനുള്ള ശേഷിയുള്ളവരായിരുന്നില്ല, 75-ൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഈ വസ്തുവിൻ്റെ ഉടമകൾ ഫാറൂഖ് കോളേജാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവ് വരികയും പിന്നീട് അതിനുശേഷം ഇതുപോലെ തന്നെ അവിടെ കുടിയിറക്കൽ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ അതിന് കോംപ്രമൈസ് എന്ന നിലയിൽ ഫാറൂഖ് കോളേജ് ഈ പറയുന്ന 114 ഏക്കർ വസ്തു ഈ അവിടെയുള്ള കുടിയാന്മാർക്ക് തന്നെ, അല്ലെങ്കിൽ അവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് തന്നെ അത് കൊടുക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് അവർ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ നാട്ടുനടപ്പുള്ള വിലയ്ക്ക് കൊടുക്കാമെന്നാണ് പറഞ്ഞതെങ്കിലും നാട്ടുനടപ്പുള്ളതിൻ്റെ ഇരട്ടി വിലയ്ക്ക് ആണ് അന്ന് 87 മുതൽ 91 വരെയുള്ള കാലഘട്ടത്തിൽ ഇത് വസ്തു അവർ വാങ്ങിക്കുന്നത്. ഫാറൂഖ് കോളേജിൻ്റെ നിന്ന് വില കൊടുത്ത് വാങ്ങിക്കുകയാണ് ചെയ്തത്. ശരിക്കും അവർ വില കൊടുത്ത് വാങ്ങിക്കേണ്ടതല്ല, അവർക്ക് അവകാശപ്പെട്ട ഭൂമി തന്നെയാണ്, എങ്കിലും അവർ വില കൊടുത്ത് വാങ്ങി. അതിനുശേഷം 2007-ൽ നിസാർ കമ്മിറ്റി, VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തുണ്ടായ നിസാർ കമ്മിറ്റിയിൽ അന്യാധീനം വന്നു പോയിട്ടുള്ള വഖഫ് സ്വത്തുക്കളുടെ ലിസ്റ്റിനകത്ത് ഇതിപ്പോൾ ഈ വസ്തുവും ഈ മുനമ്പം ചേറായിലെ വസ്തുവും വരികയും അതിനുശേഷം പിന്നീട് വഖഫ് ബോർഡ് ഈ വിഷയം 2 വ്യക്തികളുടെ പരാതി അടിസ്ഥാനത്തിൽ വഖഫ് ബോർഡ് കേസെടുക്കുകയും 2-അംഗ കമ്മീഷനെ നിയമിക്കുകയും 2019-ൽ ഇത് വഖഫിൻ്റെ അസറ്റിലേക്ക്, അവിടെയുള്ള ഒരാൾക്ക് നോട്ടീസ് പോലും കൊടുക്കാതെ വഖഫിൻ്റെ അസറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അവിടെയുള്ള സാധാരണക്കാർക്ക് അതിന്മേലുള്ള അവകാശം നഷ്ടപ്പെടുകയും കരമടയ്ക്കാനുള്ള അവകാശം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. 2022-ൽ കരമടയ്ക്കാനുള്ള അവകാശം പുനഃസ്ഥാപിക്കുകയും പിന്നീട് അത് കേസിലേക്ക് പോവുകയും ചെയ്തു. ഇപ്പോൾ പണം കൊടുത്ത് വാങ്ങിയ വസ്തുവിൽ, കുടികിടപ്പായി അവിടെ ജനിച്ചു വളർന്ന വസ്തുവിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ട ഗതികേടിലാണ് ഇന്ന് നിൽക്കുന്നത്. അതാണ് ഇപ്പോൾ മുനമ്പത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇതിനെല്ലാം വഴിവെച്ചത് കാരണമെങ്കിൽ ഒരു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിനെ പോലും മറികടന്നുകൊണ്ട് ആ വസ്തുവിൽ അധികാരം സ്ഥാപിക്കാൻ വഖഫ് ബോർഡിന് കഴിഞ്ഞത് വഖഫ് ആക്ടിൻ്റെ കുഴപ്പം കൊണ്ടാണ്. വഖഫ് ആക്ടിലെ 1995-ലെ ഭേദഗതിയിലൂടെ വന്നിട്ടുള്ള അധികാരങ്ങൾ കൊണ്ടാണ്. നിയമത്തിൻ്റെ ചീർത്തുകീർത്ത അഴുകലിലൂടെ ഒഴുകിപ്പോകേണ്ടവരാണോ മനുഷ്യർ? ഇത് നമ്മൾ താമസിക്കുന്നവരോ, നമ്മൾ മരിച്ചവിടെ വരുള്ളൂ, ഒരു രക്ഷയില്ലാകരുത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഭൂമിയാണ്. ഞങ്ങളെ ഭൂമി ആയോ ഇറക്കാൻ പറ്റില്ല. ഞാനൊക്കെ എൻ്റെ ചെറുപ്പന്മാരോട് ജീവിച്ചാളാണ്. എൻ്റെ അപ്പൂപ്പനോട് താമസക്കാരൻ 14 വീട്ടിൽ എൻ്റെ അപ്പൂപ്പനാണ്, എൻ്റെ അപ്പൻ്റെ അമ്മനാണ് ഫസ്റ്റ് താമസക്കാരൻ. അതിലിപ്പോഴത്തെ താമസക്കാരില്ല ചെയ്യുമ്പോൾ. ഞങ്ങൾ 14 വീടുണ്ടാവുള്ള, പിന്നെയാണ് ഞാൻ 650 വീടുകളായത്. ഞങ്ങൾ അന്ന് 14 തേങ്ങയാണ്, പേരത്തേങ്ങ. ഈ സ്ഥലത്ത് ഞങ്ങൾക്ക് കോളേജിൻ്റെ സ്ഥലത്ത് 14 തെങ്ങ ഉണ്ടാവില്ല. ഈ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് വിലക്കേറെ ചെയ്ത് പട്ടയമുണ്ട്. ഞങ്ങൾക്ക് ആരോടെ വലിയ ആളുകളും നോട്ടിയിട്ടുണ്ട്. മുനമ്പത്ത് തിരയടങ്ങാത്ത തരത്തിൽ സമരത്തിൻ്റെ ഓളങ്ങൾ അടിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കാണുകയും അതിൻ്റെ വാർത്തകളാണ് കേരളത്തിലും അതേപോലെ തന്നെ എല്ലാ മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കും. പക്ഷേ മാധ്യമങ്ങളിൽ നിറഞ്ഞു പരക്കുന്ന വാർത്തകളിൽ ബഹുഭൂരിപക്ഷവും രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യത്തിൻ്റെ പുറത്ത് രൂപപ്പെട്ടു വരുന്ന വാർത്തകളായി മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതിനാണ് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും നൽകപ്പെടേണ്ടത്. രാഷ്ട്രീയ പ്രശ്നങ്ങളും അതിൻ്റെ പരിപ്രേക്ഷ്യങ്ങളും അതിൻ്റെ പിന്നിൽ ചർച്ച ചെയ്യാം, അതിൽ വിരോധമില്ല. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നല്ലോ. ഏതാണ്ട് 600-ലധികം വരുന്നതായിട്ടുള്ള കുടുംബങ്ങളുടെ ജീവിതവൃത്തി വഴിമുട്ടി നിൽക്കുന്ന തരത്തിലേക്ക് മാറിയ
ഒന്നാണ് മുനമ്പം ഭൂപ്രശ്നം എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. വർഷങ്ങളായിട്ട് പണം കൊടുത്ത് റവന്യൂ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി വാങ്ങി കരമടച്ച് താമസിക്കുന്നതായിട്ടുള്ള ഭൂമി ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്ക് നിശ്ചലമാക്കപ്പെടുന്നു, ഫ്രീസ് ചെയ്യപ്പെടുന്നു. കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ലോൺ എടുക്കാൻ കഴിയില്ല, വീട് നന്നാക്കുന്നതിന് വേണ്ടി ലോൺ എടുക്കാനായിട്ട് കഴിയില്ല, മക്കളുടെ വിവാഹത്തിന് വേണ്ടി പണം കണ്ടെത്താനായിട്ട് കഴിയില്ല. ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ അവരുടെ ഭൂമിയുടെ അധികാരപത്രങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ജീവിതത്തെ വഴിമുട്ടിച്ചിരിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ക്രയവിക്രയത്തിന് ഉപയോഗിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് താമസിക്കുന്ന ഭൂമിയും താമസിക്കുന്ന വീടും. അത് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നിസ്സഹായാവസ്ഥയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്ന 600-ലധികം കുടുംബങ്ങളുടെ പ്രശ്നമാണ്. ഈ കുടുംബങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് ഇങ്ങനെ ഉയർന്നു വന്നത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനായിട്ടുള്ളത് നമ്മളുടെ കോടതി സമുച്ചയങ്ങളോട് തന്നെയാണ്. ഒരു പ്രശ്നവുമില്ലാതെ കരമടച്ച് സുഖകരമായിട്ടുള്ള രീതിയിൽ ജീവിച്ചിരുന്ന ഈ കുടുംബങ്ങളുടെ ജീവിതത്തിലേക്ക് ദുരിതം കടന്നു വരുന്നതും അവരുടെ ജീവിതത്തെ നിശ്ചലമാക്കുകയും ചെയ്യുന്നത് ഹൈക്കോടതി വിധി വരുന്നതോടുകൂടി. ഹൈക്കോടതി പറഞ്ഞു ഈ ഭൂമി എന്ന് പറയുന്നത് വഖഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂമിയാണ്. വഖഫിൻ്റെതാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. പക്ഷെ വഖഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്ന് തരത്തിൽ കോടതിയിൽ വന്നിരിക്കുന്നതായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ആ കേസ് എടുക്കുകയും അതിന് അനുവാദം കൊടുക്കുകയും ചെയ്യും. യഥാർത്ഥത്തിൽ വഖഫ് എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ട് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഭൂമിയുടെ അധികാരം വഖഫ് ബോർഡിനാണ് എന്ന് കരുതിയ കോടതി യഥാർത്ഥത്തിൽ ഗുരുതരമായിട്ടുള്ള തെറ്റിന് വിധേയമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മളുടെ ഭരണഘടനയ്ക്കനുസൃതമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ കാത്തുസൂക്ഷിക്കുക, നിയമങ്ങളെ കാത്തുസൂക്ഷിക്കുക, റൂൾ ഓഫ് ലോ എന്ന് പറയുന്നതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് കോടതിയുടെ ചുമതല. അല്ലാണ്ട് കോടതി വഖഫ് എന്ന് കാണുമ്പോഴേക്കും വാളെടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സംഭവിച്ച യഥാർത്ഥത്തിലുള്ള പ്രശ്നം അതാണ്. ഈ ഭൂമി വഖഫ് ബോർഡിൻ്റെ ഭൂമിയല്ല, വഖഫ് നിയമമായിട്ട് ഇനി യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ വഖഫ് എന്ന് പറയുന്ന ഒരു വാക്ക് കണ്ട് ഈ ഭൂമിയുടെ എല്ലാ ക്രയവിക്രയ ശേഷിയും നിശ്ചലമാക്കുന്ന തരത്തിലോ ക്യാൻസൽ ചെയ്യുന്ന തരത്തിലോ നള്ളിഫൈ ചെയ്യുന്ന തരത്തിലോ കോടതിയിൽ നിന്നൊരു വിധി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രശ്നത്തിൻ്റെ ഗുരുതരാവസ്ഥ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് കോടതിയാണ് തിരുത്തേണ്ടത്. കോടതിയിൽ ആര് തിരുത്തും? ഹൈക്കോടതി ആര് തിരുത്തും? പൂച്ചക്കാർ മണിയെട്ടും എന്ന പോലെയാണ് കോടതിയുടെ കാര്യം. സമരം ചെയ്യുന്ന ഒരു സംഘടനയും സമരത്തിന്റെ മുന്നിൽ വരുന്ന ഒരു നേതാവും കോടതി ചെയ്തത് തെറ്റാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു വിവേചന ബുദ്ധി കാണിച്ചില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കോടതിയാണ് തിരുത്തേണ്ടത്. കോടതി പറ്റിയിരിക്കുന്നതായിട്ടുള്ള തെറ്റുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ രൂക്ഷമായി നിൽക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കോടതി ആദ്യം തിരുത്തുക. ഈ ഭൂമി എന്ന് പറയുന്നത് നിരവധി വർഷങ്ങളായിട്ട് ക്രയവിക്രയം ചെയ്ത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഉപയോഗിച്ച് വരുന്നത്. ആ ഭൂമിക്ക് വഖഫ് ബോർഡിന് യാതൊരു വിധമായിട്ടുള്ള അവകാശവുമില്ല എന്നുള്ളതാണ് സത്യം. വർഷങ്ങൾക്ക് മുമ്പ് മഹാരാജാവിൽ നിന്ന് സേട്ടുമാര് പാട്ടത്തിനെടുക്കുകയും പിന്നീട് അന്ന് നിലനിന്നിരുന്നതായിട്ടുള്ള നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് അത് അവരുടെ കൈവശം എത്തിച്ചേരുകയും പിന്നീട് അവരത് ഫറൂഖ് കോളേജിന് നൽകുകയും ചെയ്തു. ഫറൂഖ് കോളേജ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അവർക്ക് എറണാകുളത്തുള്ള ഭൂമിയിൽ വലിയ താല്പര്യമില്ലാതെ വരികയും അവർ ആ ഭൂമി വിൽക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിൽക്കാനായിട്ട് പവർ ഓഫ് അറ്റോണി കൊടുക്കുകയും പവർ ഓഫ് അറ്റോണി നേടിയ ആൾ അത് വിൽക്കുകയും ചെയ്തു. അയാളിൽ നിന്ന് പണം കൊടുത്താണ് ഈ 600-ലധികം വരുന്നതായിട്ടുള്ള കുടുംബങ്ങൾ ഭൂമി വാങ്ങിച്ചിട്ടുള്ളത്. അവരുടെ ആധാരം വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ വന്നിരിക്കുന്ന ഈ സംഭവത്തിൽ കോടതി ഇടപെടുന്നത് വരെ ഒരു പ്രശ്നങ്ങളില്ലായിരുന്നു. കോടതി ഇടപെട്ടപ്പോഴാണ് ആ പ്രശ്നമായത്. ആർക്കെങ്കിലും ഒരു കടലാസ് എഴുതി കൊണ്ടുപോയി ഇത് വഖഫിന്റെ ഭൂമിയാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെയും അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യത്തെയും അതിൽ സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ക്രയവിക്രയ സംവിധാനങ്ങളെക്കുറിച്ചും റവന്യൂ സംവിധാനത്തിനകത്ത് അതെത്രമാത്രമാണ് നിലനിന്നതെന്നും പരിശോധിക്കാനായിട്ടുള്ള ആർജവം, അതിൻ്റെ മര്യാദ ഹൈക്കോടതി കാണിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് തിരുത്തേണ്ടത്. അതിന് തിരുത്താനായിട്ട് കഴിയാൻ എനിക്കൊന്ന് സുപ്രീം കോടതിക്ക് ആയിരിക്കും. അപ്പോൾ സുപ്രീം കോടതിയിൽ പോയിട്ട് ഈ പ്രശ്നം വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. കാരണം ഇപ്പോൾ ഇത് സബ്ജുഡീസായി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയം അത് പരിഹരിക്കാൻ ആർക്കും പറ്റില്ല, കോടതി തന്നെ പരിഹരിക്കണം എന്നുള്ളതാണ്. ഒരുപാട് സബ്ജുഡീസ് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് കണ്ടിട്ടുള്ളതാണ്. ശബരിമല വിഷയം അടക്കമുള്ളത് അങ്ങനെ സബ്ജുഡീസ് ആക്കി വെച്ച് നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ വിഷയത്തിൻ്റെ സ്ഥിതിയും അത് തന്നെയാണ്. അത് മാറ്റേണ്ടത് ആവശ്യമാണ്. അത് ഗൗരവമായിട്ട് കോടതികൾ ഇടപെട്ട് തന്നെ പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം അവസാനിക്കാവുന്നതാണ് ഒന്ന്. രണ്ടാമത്തതാണ് പിന്നെ ആളുകൾ പറഞ്ഞുകൊണ്ടിരുന്നതായിട്ടുള്ള സർക്കാരിൻ്റെ ഇടപെടൽ എന്നൊക്കെ പറയാം. സർക്കാർ ഇടപെടേണ്ട കാര്യമില്ല. ഇത് ഹൈക്കോടതി എടുത്തിരിക്കുന്നതായിട്ടുള്ള നിലപാടിൽ മാറ്റം വരുത്തുകയും ഈ ഭൂമി വഖഫിൻ്റെതല്ല എന്ന് തെളിയിക്കുകയും ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട്
ആധാരം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളുടെയും ഭൂമിയുടെ മേൽ കുതിര കയറാൻ ആർക്കും ഒരു അവകാശം ഉണ്ടാവില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പൊതുവെ നടക്കുന്ന ഒരു ചർച്ച എന്താണെന്ന് വെച്ചാൽ വഖഫിന്റെ ഭൂമി സംബന്ധമായിട്ടുള്ള നിയമമാണ്. ഇപ്പോൾ വഖഫ് ഒരു ഭൂമിക്ക് ഉടമസ്ഥാവകാശം പ്രഖ്യാപിച്ചാൽ അത് വഖഫിൻ്റെതല്ലെന്ന് തെളിയിക്കേണ്ടത് അതിൽ പ്രതിയായി വരുന്ന ആളാണ് എന്നുള്ളതാണ് ആ നിയമത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള വശം എന്ന് പറയുന്നത്. വഖഫിൻ്റെ ട്രിബ്യൂണൽ ആണ് പിന്നെ അതിൻ്റെ അകത്ത് വിധി പ്രസ്താവിക്കാനൊക്കെ പോകും. അങ്ങനെ വരുന്ന സമയത്ത് ഈ മുൻപത്തെ വിഷയം അതുമായിട്ട് കൂട്ടിച്ചേർത്താണ് വായിക്കുന്നതെങ്കിൽ ഒരിക്കൽ പോലും മുൻപത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്ന് പറയുന്ന വാദം ശക്തമാകും. പക്ഷേ ഇവിടുത്തെ വിഷയം ഇത് വഖഫിൻ്റെ ഭൂമിയല്ല, വഖഫ് നിയമമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. കാരണം വഖഫിൻ്റെ ഭൂമി ആയിരുന്നു എങ്കിൽ അത് റവന്യൂ വകുപ്പിന് ക്രയവിക്രയം ചെയ്യാനായിട്ടുള്ള അവകാശം ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അവരുടെ ഭൂമി അല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് റവന്യൂ വകുപ്പ് അത് ക്രയവിക്രയം ചെയ്യുകയും ഇത്രയും ആളുകൾക്ക് അത് വാങ്ങാനായിട്ടും കഴിയുകയും അവർക്ക് ആധാരം ഉണ്ടാക്കാൻ കഴിയുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഉള്ള ഒരു ചരിത്ര പശ്ചാത്തലം ഇതിനകത്തുണ്ട് എന്നുള്ളത് പരിഗണിക്കാനായിട്ട് കോടതി അന്ന് തയ്യാറായില്ല. കാരണം കോടതിയുടെ മുമ്പിൽ കേസ് വരുന്ന സമയത്ത് വാദി മാത്രമേ ഉള്ളൂ, പ്രതിയില്ല അതിൻ്റെ അകത്ത്. അങ്ങനെ വാദി മാത്രമുള്ള ഒരു കേസ് കോടതി എടുക്കുകയും ഏകപക്ഷീയമായിട്ട് കോടതി വിധി പറയുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്തരത്തിൽ വലിയ എരമ്പുന്ന സമരങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ ഇതേ കേസ് കോടതിയുടെ മുന്നിൽ വന്നാൽ കോടതി തള്ളിക്കളയുമായിരുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം അന്ന് കോടതി അത് ശ്രദ്ധിക്കാതെ പോയത് അവിടെ എങ്ങനെ ഒരു ജനകീയമായിട്ടുള്ള വിഷയമുണ്ടെന്ന്, ഇതൊരു ജനകീയ പ്രശ്നമാണെന്ന് എന്നും കോടതി പരിശോധനയ്ക്കെടുത്തില്ല. പകരം കോടതി ഒരു ഭൂപ്രശ്നം മാത്രമായിട്ട് എടുക്കുകയും ഒരു സ്വകാര്യ വ്യക്തിയുടെ അല്ലെങ്കിൽ വഖഫ് ബോർഡിന്റെ ഉടമസ്ഥതയുടെ പ്രശ്നം മാത്രമായിട്ട് പരിഗണിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിൽ ഒരു ഓർഡർ നൽകുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അടിസ്ഥാനപരമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പരിഹരിക്കുക എന്നുള്ളതാണ്, ഇത് തിരുത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കോടതിയിൽ പോയി ഈ കാര്യത്തിൽ തിരുത്തൽ നടത്തുക ഹൈക്കോടതിയാണ്. ഹൈക്കോടതിക്ക് മുകളിലുള്ള കോടതിയിൽ പോകാം, ഈ കാര്യത്തിൽ വന്നിരിക്കുന്ന പെശകൾ ചൂണ്ടിക്കാണിക്കാം, തിരുത്താം, ഇത് തള്ളിക്കളയാം, ഈ ഓർഡർ തന്നെ റദ്ദ് ചെയ്യിപ്പിക്കാവുന്നതാണ്. അങ്ങനെ റദ്ദ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ ഈ വിഷയം അവസാനിപ്പിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ വഖഫിന്റെ ഭൂമി അല്ലാത്തടത്ത് വഖഫ് തങ്ങളുടെ ഭൂമിയാണെന്നും പറഞ്ഞിട്ട് ഒരു അവകാശവാദം ഉന്നയിച്ചാൽ അതിൻ്റെ തെറ്റും ശരിയും കൃത്യമായിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് വഖഫിന്റെ ഭൂമിയല്ല എങ്കിൽ അത് ഭൂമിയല്ല എന്ന് തീർപ്പ് കൽപ്പിക്കേണ്ട കോടതിയെ തീർപ്പ് കൽപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ജാതി വർഗീയ സംവിധാനങ്ങളെ കൂടുതലായിട്ട് മത്താപ്പ് പോലെ കത്തിച്ചു നിർത്തി വളരെ ആഹ്ലാദിക്കുന്ന ഒരു രാഷ്ട്രീയ ആഘോഷത്തിന്റെ വേദിയായിട്ട് മാറ്റിക്കൊണ്ടുവരുന്നത് ഗുണകരമായിട്ടുള്ള കാര്യമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് തിരിച്ചറിയാൻ കേരളത്തിന് കഴിയേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ മുസ്ലിം സമൂഹം മുഴുവനും ഒരു വശത്ത് എതിർവശത്ത് നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്യുന്നത്. അത് അവർ മനസ്സിലാക്കേണ്ടതാണ്. അവരെ മനസ്സിലാക്കി അവർക്ക് കൂടി വേണമെങ്കിൽ മുൻകൈ എടുക്കുകയും അതുപോലെ തന്നെ വഖഫ് ബോർഡിനെ അതിൽ താല്പര്യമില്ല എന്നുള്ള കാര്യം കോടതിയെ അറിയിക്കുകയും കോടതിയിൽ നിന്ന് അതിനൊരു പരിഹാരം അവർ വഴിയും വേണമെങ്കിൽ സൃഷ്ടിക്കാവുന്നതാണ്. പക്ഷേ ആരും ഇതിനൊന്നും തയ്യാറാവില്ല. അതൊക്കെ അവർക്ക് വർത്തമാനം പറയാൻ മാത്രമേ ഇവരൊക്കെ തയ്യാറാവുകയുള്ളൂ. അതല്ലാണ്ട് പ്രശ്നപരിഹാരത്തിന് അവർക്കും താല്പര്യം ഉണ്ടാകും. വഖഫ് ബോർഡിന് താല്പര്യം ഉണ്ടെങ്കിൽ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. അവരുടെ ഭൂമിയല്ലെന്ന് അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. പക്ഷേ രേഖകളും അതേപോലെ തന്നെ തെളിവുകളൊക്കെ വെച്ച് ഈ കോടതി എന്ന് പറയുന്ന സംവിധാനത്തിന് മുന്നിൽ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്ന ഒരവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അത് മാറണം. അത് മാറാൻ എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും എന്നതായിരിക്കണം പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൻ്റെ അന്വേഷണം. മോന് പുറത്തോട്ടൊക്കെ പോകാൻ വേണ്ടി ഒത്തിരി ഇതൊക്കെ വന്ന് പട്ടയം വെക്കാൻ പോലും ഞങ്ങൾക്ക് നിവർത്തിയില്ല. അപ്പോഴാണ് അറിയണത് വഖഫിന്റെ ഇതാണെന്നൊക്കെ അറിഞ്ഞ് വന്ന് ഞങ്ങൾക്ക് നേടിത്തരാനായിട്ട് ആരുമില്ലല്ലോ. അതാണ് ഈ നിയമസഭയിലൊക്കെ ഒന്നും ഇതൊക്കെ പറയാനൊക്കെ ഒന്നുമില്ലേ. അവർ ഞങ്ങളുടെ നേരെ കണ്ണടക്കുന്ന കാര്യം എന്താണെന്ന് അറിയില്ലല്ലോ. എന്ത് വന്നാലും ഞങ്ങൾ ഇവിടുന്ന് പോകില്ല. ഞങ്ങളെ കൊന്നാലും ഇവിടെ കിടന്ന് മരിക്കുള്ളൂ. അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് ഈ നാട് വിട്ടു പോകുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. എപ്പോഴെങ്കിലും ഞങ്ങൾക്ക് ഇതിനൊരു നീതി കിട്ടുമല്ലോ. ഞങ്ങളിവിടെ ജനിച്ചു വളർന്ന് ഈ ഇവിടെ നിന്നൊക്കെ ഓടിക്കളിച്ചൊക്കെ കിടന്നു വെച്ച സ്ഥലമാണ്. പിന്നെ ഇത് വിട്ടിട്ട് ഞങ്ങൾ ഒരിക്കലും വരും. ഞങ്ങൾ പോയാലും ഞങ്ങളുടെ തലമുറകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ചോദിക്കണ അതാണ്, ഞങ്ങളെവിടെ പോകും? ഇതിപ്പോ ഇങ്ങനെ പറയുന്നത് സത്യമാണ്. അന്ന് കാശ് കൊടുത്ത് മേടിച്ചതാണ്. കാശ് കൊടുത്ത് മേടിച്ച സ്ഥലമാണിത്, അല്ലാതെ വെറുതെ ഒന്നുമല്ല. ഇവിടെ വെള്ളമില്ല, കുളം തെരഞ്ഞ് വെള്ളം ഒഴിച്ച് നട്ടു വളർത്തിയ തെങ്ങുകളാണ് ഇന്ന് നിൽക്കുന്നത്. അല്ലാതെ അവരുടെ ഒന്നും പറയാനായിട്ടൊന്നുമില്ല. അവരുടെ എന്തൊട്ടാണ് ഭൂമിയിലായിട്ട് വല്ലതും കുഴിച്ചിട്ടുണ്ടായത്.
ഈ വഖഫ് ബോർഡിന്റെ ഭൂമിയിൽ വല്ലതും കുഴിച്ചിട്ടിട്ടാണ് ഞങ്ങളിതൊക്കെ ഈ തരത്തിലായത്. ഇല്ല, നല്ലോണം കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ച് ഇവിടെ ഈ നിലയിലെത്തിച്ചത്. ഓരോ വീട് വെച്ചതും എല്ലാം നല്ലോണം കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ്. ഈ വഖഫിന്റെ മുതലുകളോ ഒന്നും ഞങ്ങളുടെ കൈവശമില്ല. ഞങ്ങൾ തന്നെ നല്ലോണം അധ്വാനിച്ച് കപ്പക്കടലിൽ കിടന്ന് അധ്വാനിച്ച് ഞങ്ങളുടെ അപ്പന്മാര് അധ്വാനിച്ച് കൊണ്ടുവന്നത് കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും കെട്ടിച്ച് വിട്ടതും എല്ലാം. Thank you.